നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നഗരത്തിലെ സീബ്ര ലൈനുകൾ മാഞ്ഞു തുടങ്ങി. കാൽനട യാത്രക്കാർ ദുരിതത്തിൽ. റോഡ് മുറിച്ചു കടക്കാൻ ദീർഘനേരം കാത്തു നിൽക്കേണ്ട അവസ്ഥയിൽ യാത്രക്കാർ. ഭീമൻ നക്ഷത്രവും ഊഞ്ഞാലാടുന്ന സാന്താക്ലോസും കാഴ്ചവിരുന്നൊരുക്കി തൃക്കളത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി. കാഴ്ച വിസ്മയം കൗതുകമാകുന്നു. 60 അടിയോളം ഉയരത്തിലുള്ള ഭീമൻ നക്ഷത്രമാണ് പള്ളിമുറ്റത്ത് സ്ഥാപിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി 2025 തെരഞ്ഞെടുപ്പ് മത്സരാർത്ഥികൾക്ക് ആദരവൊരുക്കി. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് PP സജീവ് ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് വിപണി സജീവം. താരമായി ചൂരൽ പുൽക്കൂടുകൾ. വ്യത്യസ്ത വലിപ്പമുള്ള ചൂരൽ ഉപയോഗിച്ചാണ് നിർമ്മാണം. 600 മുതൽ 3500 രൂപ വരെയാണ് വില. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ ക്രിസ്മസ് ആഘോഷം. ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ജഡ്ജ് ടോണി തടത്തിൽ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷയാത്രയ്ക്കൊരുക്കിയ സീബ്ര ലൈനുകൾ മാഞ്ഞു തുടങ്ങി. കാൽനടയാത്രക്കാർ വാഹനങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓടി മാറുന്ന കാഴ്ച പതിവായിരിക്കുകയാണ് നഗരത്തിൽ. കാൽനടയാത്രക്കാർക്ക് സുരക്ഷിത യാത്രയൊരുക്കാനായി റോഡുകളിൽ സ്ഥാപിച്ച സീബ്ര ലൈനുകൾ മാഞ്ഞു തുടങ്ങി. തിരക്കേറിയ മൂവാറ്റുപുഴ നഗരത്തിലെ ഭൂരിഭാഗം സീബ്ര ലൈനുകളും എവിടെയാണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധമായിരിക്കുകയാണ്. വരകളില്ലാതായതോടെ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ എത്തുന്നത്. അവയ്ക്ക് മുന്നിൽ നിന്ന് കാൽനടയാത്രക്കാർ ഓടിമാറുന്ന കാഴ്ച പതിവായിരിക്കുകയാണ് നഗരത്തിൽ. മൂവാറ്റുപുഴ നഗരത്തിൽ PO ജംഗ്ഷനിലെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെയും ജനറൽ ആശുപത്രി ഭാഗത്തും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഭാഗത്തുമുള്ള സീബ്ര ലൈനുകൾ ഏതാണ്ട് പൂർണ്ണമായും മാഞ്ഞുപോയ നിലയിൽ. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളും രോഗികളും വയോധികരും ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ സീബ്ര ലൈനുകൾ മാഞ്ഞു പോയതോടെ റോഡ് മുറിച്ചു കടക്കുന്നതിന് ബുദ്ധിമുട്ടുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സീബ്ര ലൈനിന്റെ നിറം മങ്ങിയത് മൂലം കാണാൻ സാധിക്കാത്തത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. സീബ്ര ലൈനുകൾ കാണാൻ സാധിക്കാത്തതിനാൽ കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ ദീർഘനേരം റോഡരികിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. സീബ്ര ലൈനുകൾ കാണാതെ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ റോഡ് മുറിച്ചു കടക്കുന്നവരെ കാണുമ്പോൾ ഉടനടി വേഗത കുറയ്ക്കുന്നത് അപകടത്തിനും ഇടയാക്കിയേക്കാം. അപകട സാധ്യത ഒഴിവാക്കാനും യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. തൃക്കളത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്ഥാപിച്ച കൂറ്റൻ നക്ഷത്രം കൗതുകമാകുന്നു. 60 അടിയോളം ഉയരത്തിലുള്ള ഭീമൻ നക്ഷത്രവും നക്ഷത്രത്തിൽ തന്നെ ഊഞ്ഞാലാടുന്ന സാന്താക്ലോസും കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്നു. റോഡിലൂടെ പോകുന്നവർക്ക് കാഴ്ച വിരുന്നൊരുക്കി തൃക്കളത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്ഥാപിച്ച കൂറ്റൻ നക്ഷത്രം. ക്രിസ്മസിനെ വരവേൽക്കുന്നതിനായി 60 അടിയോളം ഉയരത്തിലുള്ള ഭീമൻ നക്ഷത്രമാണ് പള്ളിമുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. നക്ഷത്രത്തിന്റെ വലുപ്പത്തോടൊപ്പം തന്നെ നക്ഷത്രത്തിൽ തന്നെ ഊഞ്ഞാലാടുന്ന സാന്താക്ലോസും കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്നു. ക്രെയിനിന്റെ സഹായത്തോടെയാണ് തൃക്കളത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ മുൻവശത്ത് മിന്നും താരകങ്ങളിലെ ഭീമനെ സ്ഥാപിച്ചത്. പള്ളിയിലെ യൂത്ത് അസോസിയേഷന്റെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ 40ഓളം പ്രവർത്തകർ ചേർന്ന് ഒരാഴ്ച കൊണ്ടാണ് നക്ഷത്രം നിർമ്മിച്ചത്. മുൻ വർഷങ്ങളിൽ കവുങ്ങ് ഉപയോഗിച്ചാണ് നക്ഷത്രം നിർമ്മിച്ചിരുന്നതെങ്കിലും ഇത്തവണ കവുങ്ങിന്റെ ലഭ്യതക്കുറവ് മൂലം 320 കിലോയോളം വരുന്ന ഇരുമ്പ് പൈപ്പിലാണ് നക്ഷത്രത്തിന്റെ നിർമ്മാണമെന്ന് വികാരി ഫാദർ ജേക്കബ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. MC റോഡിൽ പോകുന്ന എല്ലാവരും ഇത് കണ്ട് വാഹനങ്ങൾ നിർത്തി രാത്രി മുഴുവൻ ഇത് ആസ്വദിച്ചാണ് പോകുന്നത്. യൂത്ത് അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കമ്മിറ്റി ഫുൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഈ വർഷം ഇതുപോലുള്ള ഒരു ആവശ്യം യൂത്ത് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ സന്തോഷത്തോടുകൂടി ഇത് സമ്മതിക്കുകയാണ് ചെയ്തത്. ഒരാഴ്ച കൊണ്ടാണ് ഇതിൻ്റെ വെൽഡിംഗ് വർക്കുകളെല്ലാം ചെയ്തത്. ഏകദേശം 56 ട്യൂബുകളോളം തെളിച്ചിടുന്നുണ്ട് രാത്രി. അതോടൊപ്പം തന്നെ ക്രിസ്മസ് ഫാദറിനെ ക്രിസ്മസ് സ്റ്റാറിൽ തന്നെ തൂക്കി ആടുന്ന രീതിയിൽ ഊഞ്ഞാലാടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 53ഓളം LED ട്യൂബുകൾ നക്ഷത്രത്തിനകത്തും 53ഓളം RGB ട്യൂബുകൾ നക്ഷത്രത്തിന് പുറത്തും സ്ഥാപിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരും നക്ഷത്രം അടുത്ത് കാണാനും ചിത്രമെടുക്കാനുമായി പള്ളിയിൽ എത്താറുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷത്തെ ഒരു സവിശേഷത നമ്മൾ എടുത്തു പറയുന്നത് ഈ 60 അടി പൊക്കത്തിൽ നിൽക്കുന്ന സ്റ്റാറിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി
ആയിട്ടൊരു ഊഞ്ഞാല ആടുന്ന രീതിയിൽ ക്രമീകരിച്ച ഒരു അപ്പൂപ്പനുണ്ട്, ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് വന്ന് നമുക്ക് ആവശ്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ 2 കമ്പികൾ കൊണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ഊഞ്ഞാല ആട്ടണമെങ്കിൽ ആട്ടാം. ആ രീതിയിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായ ഒരു സന്തോഷം വരുന്ന രീതിയിലാണ്. വൈകുന്നേര സമയങ്ങളിൽ ഈ പ്രദേശത്തുള്ള കുട്ടികളെല്ലാം വന്ന് അപ്പൂപ്പൻ്റെ അടുത്ത് നിൽക്കുകയും അവരെ കുടുംബമായി വന്ന് ഈ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് ഒരു സ്ഥിര കാഴ്ചയായിട്ടാണ് കഴിഞ്ഞ ഡിസംബർ മാസം 1-ാം തീയതി പോലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണുന്നത്. ചെറു നക്ഷത്രങ്ങൾക്കിടയിൽ അതിഭീമൻ നക്ഷത്രം രാത്രി തെളിയുമ്പോൾ MC റോഡിലൂടെയുള്ള യാത്രക്കാർക്കും വിസ്മയ കാഴ്ചയാണ്. ദൂരെ നിന്ന് നോക്കിയാലും പള്ളിക്ക് മുൻപിൽ സ്ഥാപിച്ച ഭീമൻ നക്ഷത്രം മനോഹര കാഴ്ച സമ്മാനിക്കുന്നു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഭാരതീയ ജനതാ പാർട്ടി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ 2025 മത്സരാർത്ഥികൾക്ക് ആദരവൊരുക്കി. മൂവാറ്റുപുഴ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ജില്ലാ പ്രസിഡന്റ് PP സജീവ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2025 തെരഞ്ഞെടുപ്പ് മത്സരാർത്ഥികൾക്ക് ആദരവൊരുക്കി. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് BJP സ്ഥാനാർത്ഥികൾക്ക് ആദരവൊരുക്കിയത്. ജില്ലാ പ്രസിഡന്റ് PP സജീവ് ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. BJP NDA വിജയിക്കുമെന്നുള്ള വാർത്തകളിൽ അതിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ചില കൂട്ടുകെട്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും അതിനപ്പുറമായിട്ട് ചില ഭീകരവാദി സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിട്ടുണ്ട്. കാരണമൊന്നുമല്ല, മൂവാറ്റുപുഴ വലിയ മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലമാണ്, ഒരു മുനിസിപ്പാലിറ്റിയാണ്, വാർഡ് തലത്തിലുള്ള പഞ്ചായത്തുകളുടെ പദ്ധതികളാണ്. അങ്ങനെ വാർഡ് തല പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒരു മാറ്റത്തിന് വേണ്ടി മുന്നേറുമ്പോൾ അത് പ്രത്യേകിച്ചും BJPക്കും NDAക്കും അനുകൂലമായി വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന സമയം. അതിൽ തന്നെ നാം മുന്നോട്ട് വെച്ച മുദ്രാവാക്യമായിട്ടുള്ള വികസിത മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടുകൾ ഇവിടുത്തെ വോട്ടർമാർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മണ്ഡലം പ്രസിഡന്റ് T ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേക്കര ആമുഖ പ്രസംഗവും സംസ്ഥാന കമ്മിറ്റി അംഗം VN വിജയൻ മുഖ്യപ്രഭാഷണവും നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CV ജോണി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സൂരജ് ജോൺ, ET നടരാജൻ, അരുൺ P മോഹൻ, RSS ജില്ലാ കാര്യവാഹ് ജിതിൻ രവി, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് AS വിജുമോൻ, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ, ജില്ലാ സെൽ കൺവീനർ KK അനീഷ് കുമാർ, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു മനോജ്, മഹിളാ മോർച്ച മണ്ഡലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ധന്യ, ന്യൂനപക്ഷം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബു ജോൺ, OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് സജികുമാർ, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് PM മനീഷ്, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് KK ഷാജൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ക്രിസ്മസ് പുൽക്കൂടുകളിൽ താരമായി ചൂരൽ കൂടുകൾ. തടിയിലും പ്ലാസ്റ്റിക്കിലും തെർമോക്കോളിലും ഇതര പാഴ്വസ്തുക്കളിലും നിർമ്മിച്ച വിവിധയിനം റെഡിമെയ്ഡ് പുൽക്കൂടുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണെങ്കിലും ചൂരലിൽ നിർമ്മിച്ച ഈട് നിൽക്കുന്ന പുൽക്കൂടുകളാണ് കൂടുതൽ വിറ്റുപോകുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു. വ്യത്യസ്ത വലിപ്പമുള്ള ചൂരലുകൾ ഉപയോഗിച്ച് കൂട് നിർമ്മിച്ച ശേഷം പോളിഷ് ചെയ്ത് ആകർഷകമാക്കിയാണ് ഇവ വിൽക്കുന്നത്. 600 മുതൽ 3500 രൂപ വരെയാണ് വില. ശരാശരി 1500 ചൂരൽ കൂടുകൾ ഒരു സീസണിൽ വിറ്റുപോകാറുണ്ടെന്ന് ശശികുമാർ പറയുന്നു. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ജഡ്ജ് ടോണി തടത്തിൽ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. മജിസ്ട്രേറ്റ് സാജിദ് അണ്ടത്തോട് ക്രിസ്മസ് സന്ദേശം നൽകി. അഭിഭാഷകർ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ക്രിസ്മസ് കരോളിന് സെക്രട്ടറി AK ശ്രീകാന്ത്, സാബു ജോൺ, ജിജി VP, സാംസൺ സതീശൻ, NB തങ്കച്ചൻ, CK ആരിഫ്, റീതാമ ജോസ്, അരുൺ മാർട്ടിൻ, LA അജിത് എന്നിവർ നേതൃത്വം നൽകി. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ആരക്കുഴ റോഡ് മുത്തേലി MC ഡേവിയുടെ ഭാര്യ റോസ്ലി ഡേവി 67 നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 3:30 മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളിയിൽ. പരേത നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപികയാണ്. മക്കൾ പ്രിയങ്ക എൽസ ഡേവി, ഫിലിപ്പ് ഡേവി, മരുമക്കൾ ക്ലിഫി ജോസ്, ധന ട്രീസ സണ്ണി.
Welcome to Vimalagiri International School, Movatupura. Admissions are now open for the academic year 2026-2027. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.